അവിടെ മുപ്പടുത്ത് ഓ നാഗം കൊണ്ട് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ അനിയത്തിമാരും ഉമ്മയും ഹസ്ബൻഡും കൂടെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് കേട്ടോ. ഇത് ഞാൻ പഞ്ചാബിലാണുള്ളത്, പക്ഷേ നാട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചൊന്ന് പുറത്ത് പോയൊരു വീഡിയോ ആയിരുന്നു. അതിപ്പോഴാണ് എനിക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ പോകുന്നത് കുറേ ദൂരത്തുള്ള സ്ഥലത്തൊന്നുമല്ല കേട്ടോ, അടുത്തുള്ളൊരു സ്ഥലമാണ്. 1-2 സ്ഥലങ്ങൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ച് പോവാണ് കേട്ടോ. കാരണം ഭയങ്കര മഴയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ലോങ് ആയിട്ടുള്ളൊരു ഡ്രൈവിനൊന്നും ഞങ്ങൾക്കും താല്പര്യമില്ല. പിന്നെ ഒരു 1 ഡേ ട്രിപ്പ് അത്രേ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. ഈ പോകുന്ന സമയം തന്നെ ഞങ്ങളൊരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഹസ്ബൻഡ് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. നേരെ പോകുന്നത് തന്നെ മിനി ഊട്ടിക്കാണ്. അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ, ലോങ് ആയിട്ടൊന്നും പോയില്ല. അത്രയും സമയമായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എന്താ പറയുക, കുറേ ലേറ്റ് ആയില്ലേ. പിന്നെ ഞങ്ങൾക്ക് ഇരുട്ടാകുന്നതിന് മുന്നേ തിരിച്ച് വീട്ടിൽ കയറുകയും വേണം. കാരണം ഉപ്പാൻ്റെ ഒരു പെങ്ങളെ വീട്ടിലുണ്ട്. അപ്പോൾ ആളെ വിചാരിച്ചിട്ട് ഉമ്മാക്ക് കുറേ സമയമൊന്നും പോകാൻ പറ്റില്ല, പെട്ടെന്ന് തിരിച്ച് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. അനിയത്തിമാർക്കാണെങ്കിൽ അവരെ കൊണ്ടുപോകാനൊന്നും ആരുമില്ല. ഹസ്ബൻഡ് ഞങ്ങൾ നാട്ടിലുള്ളപ്പോൾ തന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഉപ്പയും നാട്ടിലില്ല. അപ്പോൾ ഉപ്പ വരുന്ന സമയത്തും ഞങ്ങൾ നാട്ടിലുണ്ടാവില്ല ചിലപ്പം. അപ്പം അങ്ങനെയുള്ള സാഹചര്യമൊക്കെ കൊണ്ടാക്കുന്ന ഞങ്ങൾക്ക് ചില സമയത്തൊന്നും എല്ലാവരും കൂടെ ഒരുമിച്ചൊരു യാത്ര ഇന്നേ വരെ പോയിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഉപ്പ ഇല്ലെങ്കിലും ഞങ്ങളങ്ങനെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ആദ്യം തന്നെ മിനി ഊട്ടി പോയി. മിനി ഊട്ടി ഫസ്റ്റ് തുറന്ന സമയത്ത്, ഓപ്പൺ ചെയ്ത സമയത്ത് ഞാനൊന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഞാനും ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട്. പക്ഷെ ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അകത്തേക്കൊന്നും കയറാൻ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. ഫസ്റ്റ് ഓപ്പൺ ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു ഇനാഗുറേഷൻ കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെയാണ് വന്നത് കേട്ടോ. അപ്പോൾ അന്നൊന്നും ഇത് ഇത്രയും ഡെവലപ്മെൻ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പെറ്റ്സിൻ്റെ കുറേ സെക്ഷന്. ഈ ഒരു ഫസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ കയറി ഈ ഒരു ബ്രിഡ്ജില്ലേ, അത് എത്രയാ 20 രൂപ 30 രൂപ എങ്ങാണ്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറി കണ്ട് പോവാം. അതായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബ്രിഡ്ജ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കയറണമെങ്കിൽ എനിക്ക് തോന്നുന്നു 200 രൂപ എങ്ങാണ്ട് ഉണ്ട് ഒരാൾക്ക്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ബ്രിഡ്ജിൽ കയറി ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി. പിന്നെ അടുത്തത് അവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറേ എന്താ പറയുക സംഭവങ്ങളൊക്കെ ഉണ്ട്. എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ അതിലൊന്നും ഞങ്ങൾ കയറാൻ നിന്നില്ല. കാരണം ചെറിയ 2 അനിയത്തിമാർ മാത്രമേ കുട്ടികളായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും താല്പര്യമില്ല കയറാൻ, അതിന് പറ്റിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കയറാതെ അതിനേക്കാളും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു പെറ്റ്സ്. ആ ഒരു കോർണറിലേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം എന്താ പറയുക, ഞങ്ങൾ വിചാരിച്ച് ആ ബ്രിഡ്ജ് കയറാൻ കൊടുത്ത കാശിന് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു എന്ന്. കാരണം അത്രയും നല്ല ഭംഗിയുള്ള കുറേ പക്ഷികളും പിന്നെന്താ കുറേ പെറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ബേഡ്സിൻ്റെ അടുത്തേക്കാട്ടോ പോയത്. നാഗം കൊണ്ട് പൂത്തി വെച്ചിട്ടുണ്ടോ തിന്നിട്ടാ. അപ്പോൾ ഫസ്റ്റ് കയറിയത് ഈ ഒരു കൂണൂർ എന്ന് പറഞ്ഞ ബേഡ്സിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എൻ്റെ ചെറിയ 2 അനിയത്തിമാരും പിന്നെ ഹസ്ബൻഡുമാണ് കേട്ടോ കയറിയത്. ഇത് പിന്നെ അടുത്തൊരു പക്ഷികളാണ്, വേറെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല ശരിക്കും. നമ്മൾ ഫുഡ് ഹാൻഡ് ഫീഡിങ് ആണ്. അവർ കയ്യിലേക്ക് വന്നിങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നല്ല രസമാണ്. അവർ ഇരിക്കുന്ന ഒരു കാലുകൊണ്ടിങ്ങനെ ഇതാക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെയാണ്. പിന്നെ അടുത്തതായിട്ട് കയറിയത് ഇയാളുടെ അടുത്താണ് കേട്ടോ, മെക്കാവിൻ്റെ അടുത്താണ്. അത് കടന്നുറങ്ങി. ഹായ് ഹായ് പറയും. വർത്താനൊന്നും പറയില്ലേ? നിങ്ങളെ ചെവിയൊക്കെ കൊത്തിപ്പറിച്ച് നല്ല രസമാണ്. എന്താ പാലില്ലേ.
ഒട്ടക പക്ഷി ഉണ്ട് അതിൻ്റെയൊക്കെ കൊത്തിട്ടോ ഒട്ടകപക്ഷിൻ്റെ അടുത്ത് ഇത് മിൻഹാജ് എന്തിനാ പറ്റുക പക്ഷികളില്ല എൻ്റെ സ്ലിപ്പൊക്കെ പറ്റി ഇതാക്കി എടുക്കുന്നത് വേറെ പക്ഷിയാണ് നടക്കേ ഇവിടെ വേറെ തോന്നുന്നു വേണ്ട 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 അതൊന്നും വേണ്ട കൈ പൊത്തി പിടിച്ച നിക്കും കൈ വെച്ച് നോക്കിയേ ഒന്നും കാട്ടില്ല അനുമോളെ വെച്ചോക്ക് 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 ഒന്നും കാട്ടില്ല മീനല്ലേ വെച്ചോക്കെ പൊട്ടിട്ട് ഇങ്ങനെ വെക്ക എന്നെ കൈ കാട്ടെ ഓളെ കൈ വെച്ചിട്ടാണ് മീൻ ഇട്ടോക്കെ മീനോ മീൻ പൊട്ടത്തി ഉമ്മ വെച്ചോക്കെ മുറുക്കി പിടിച്ച് വീട്ടുകാർ തുറക്കിട്ടോ ലാസ്റ്റ് കൊടുത്താ മതി തൊട്ടോക്കെ കൈയിട്ടോക്കെ അതൊന്നും കാട്ടൂല അതിന് പല്ലൊന്നുമില്ല മന്ദപ്പേ കൈ വല്ല വെച്ചോക്ക് എന്ത് പൊട്ടത്തിയാണിത് അതിന് വേറെ അടുപ്പിച്ചാണ് വെച്ചോക്ക് വെച്ചോക്ക് വല്ല വെച്ചോക്ക് നമ്മ കയ്യില് തീറ്റ വാങ്ങി ഞാൻ വെക്കട്ടെ ഓണാണ് വീഡിയോ വീഡിയോ ഓണാണ് ഇന്നെ കാണുന്ന രീതിയിൽ എടുക്കുന്ന വീഡിയോ അപ്പോൾ മിനിയൂട്ടിയിൽ എനിക്കല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പെറ്റ്സിൻ്റെ ഈ ഒരു സെക്ഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വലിയ അനിയത്തിയാണ് ഈ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് കേട്ടോ. ആൾക്ക് ഭയങ്കര പേടിയാണ്, എല്ലാത്തിനോടും പേടിയാണ്, ഒന്നും ആൾ ചെയ്യില്ല. അവൾ ആകെ തൊടുന്നതും തലോടുന്നതൊക്കെ പൂച്ചനെ മാത്രമാണ്, എൻ്റെ വീട്ടിലുള്ള എൻ്റെ പെറ്റിനെ. അത് മാത്രമല്ല, പൂച്ചകൾ ഏതായാലും അവൾക്ക് പ്രശ്നമില്ല. പക്ഷെ ബാക്കി ഒന്നിനും അവളിപ്പം കണ്ടിട്ട് ബേഡ്സ് ആയാലും ഫിഷ് ആയാലും ഒന്നും അവൾ തൊടാനൊന്നും പോയില്ല. അപ്പം ഞാൻ അവളെങ്ങനെ കളിയാക്കിയായിരുന്നു, നിന്നെക്കാളും ധൈര്യം ഉണ്ടല്ലോ എൻ്റെ ബാക്കി താഴെയുള്ളവർക്കെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാത്തിനും അവൾ മാറി നിൽക്കുക കേട്ടോ ചെയ്തെല്ലാം കണ്ട് തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് അപ്പോഴേക്ക് തന്നെ ഉച്ചയായിരുന്നു, ഒരുപാട് സമയമൊന്നും ഇല്ലല്ലോ. ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ നേരെ എന്താ പറയുക, ഈ ഒരു ബേപ്പൂർ തുറമുഖം ഇല്ലേ, ബീച്ചിൻ്റെ ആ ഒരു സൈഡ്, ഹാർബർ, ആ ഒരു ഭാഗത്തേക്കായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ ബേപ്പൂർ വന്നിട്ടുണ്ടെങ്കിലും ഇതിനകത്തേക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചില സമയത്തൊക്കെ അടച്ചിടുന്നതുകൊണ്ടാണോ, ഞങ്ങൾ പെർമിഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാത്തതുകൊണ്ടാണെന്നറിയില്ല, കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ച സമയത്ത്, 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അന്ന് വന്നിട്ട് പിന്നെ ഇപ്പോഴാണ് പോകുന്നത് കേട്ടോ ഇതിനകത്തേക്ക്. അപ്പം ഉമ്മാക്കും അനിയത്തിമാർക്കും അവരൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമല്ലേ. അനിയത്തിമാരൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് അവരുടെ ലൈഫിൽ തന്നെ. അപ്പോൾ ഞാനല്ലാണ്ട് പിന്നെ ആരാ അവരൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും പറയും ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുമിച്ച് പോകണമെന്ന്. പക്ഷെ അന്നൊക്കെ ഉമ്മ പറയും ഉപ്പല്ലാണ്ട് എങ്ങനെ പോവുക, ഉപ്പച്ചി വന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെക്കും. ഉമ്മ വരൂല എന്ന് പറയും. ഇപ്പോൾ നാട്ടിലില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ വരുമ്പം കുറേ വീട് പണിയും തിരക്കും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഉപ്പാക്കും പിന്നെ പോവാന്ന് പറയും. പക്ഷെ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾ ഫാമിലി മൊത്തത്തിൽ എല്ലാവരും ഫാമിലി ട്രിപ്പ് പോയിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ഉമ്മാൻ്റെ ഫാമിലി മൊത്തമായിട്ട് അങ്ങനെ ഉപ്പുണ്ടായി വന്നപ്പോൾ പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഉമ്മ സമ്മതിച്ച് ഉപ്പില്ലാണ്ട് ഒന്ന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് കോസ്റ്റ് ഗാർഡ് അല്ലേ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്.
അപ്പോൾ ഞാൻ ഈ ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പൊക്കെ ആദ്യമായിട്ട് കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇതെന്തിനാ ഇതിലാരാ നിൽക്കുന്നതൊക്കെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് പറയായിരുന്നു. എന്നെക്കാളും വിവരം ഉമ്മക്കുണ്ടെന്ന് തോന്നുന്നു. ഉമ്മ പറയും കൊള്ളക്കാരെ പിടിക്കാനാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ വലിയ ഷിപ്പ് ഇത് ഞങ്ങൾ ചെന്ന സമയത്ത് ഇങ്ങനെ നിർത്തിയിട്ടേക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അങ്ങ് മൂവ് ആകുന്നത് കണ്ടു. അപ്പോൾ അത് പോകുന്നവരെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ആദ്യം ഇങ്ങനെ പതുക്കെ എടുക്കുകയാണെങ്കിലും പിന്നെ പെട്ടെന്ന് അങ്ങ് അത് മൂവായിപ്പോയി. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഴയും പെയ്യുന്നുണ്ട്. ഞങ്ങൾ എവിടെയൊക്കെ ഇറങ്ങുന്നോ അവിടെയൊക്കെ മഴ പെയ്യും. അപ്പോൾ അവിടെ ചെന്ന ഉടനെ തന്നെ ചെന്നിറങ്ങിയ അവിടെ മഴ നല്ലോണം പെയ്തു. ഇത് ഇവിടെ കണ്ടോ, ഈ റെഡ് കളറിൽ അത് മൊത്തം ഈ ഒരു സിലിണ്ടർ ഇല്ലേ, ഗ്യാസ് സിലിണ്ടറാണ്. അത് ലക്ഷദ്വീപിലേക്കാണ് തോന്നുന്നവർ പറഞ്ഞത് കൊണ്ടുപോകുന്ന. അവിടെ ഇരിക്കുന്ന ആൾക്കാരെങ്ങനെയാണ് പറഞ്ഞത്, അങ്ങോട്ടുള്ള സിലിണ്ടറും സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ ഒരാൾ വന്നിട്ട് മീൻ വലയിടുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അടുത്ത് നിന്നിട്ട് ഈ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ ഞങ്ങളും അടുത്ത് ചെന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്നുകൊണ്ടാണെന്ന് അറിയില്ല, ആൾക്ക് മീനൊന്നും കിട്ടിയില്ല. മീൻ വല്ലതും കിട്ടും വിചാരിച്ച അയാൾ 2-3 പ്രാവശ്യമൊക്കെ വലയിട്ട് നോക്കി, പക്ഷെ ആൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങളങ്ങ് പോന്നു. പിന്നെ ഈ ഷിപ്പ് ഇതെങ്ങനെ ഇവിടെ നിന്ന് മൂവ് ആകുന്നത് കണ്ടോ, ഇത് ഈ ഒരു വലിയ ഷിപ്പിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു. അപ്പം ഞാനടക്കം എല്ലാവരും ആദ്യമായിട്ടാണ് കേട്ടോ, ഇത്രയും വർഷമായിട്ട് കുറേ പ്രാവശ്യം ഇവിടെ വരുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ഷിപ്പ് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നതും അത് മൂവായി ഇത്രയും അടുത്ത് നിന്ന് കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ഈ ഒരു കായൽ വഴി കടലിലേക്ക് എത്തുന്നതും ഒക്കെ ആദ്യമായിട്ട് കാണാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കൗതുകം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന് കുറേ സ്ഥലം വേണം അല്ലെങ്കിൽ തിരിയാൻ വേണ്ടിയിട്ട്. അത് അത്രയും കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് റേഞ്ച് ഉണ്ടാവില്ലല്ലോ. അവർ വേറെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നവരെ അത്രയും ദിവസം അവർ അതിൽ കഴിച്ചു കൂട്ടുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് പറയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ ബേപ്പൂർ ബീച്ചിൻ്റെ ആ ഒരു സൈഡിലേക്ക് എത്തി. ഇപ്പോൾ പുതിയതായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, അവിടെ പണി നടക്കുകയായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. ഒരുപാട് വീതി കൂട്ടി. ആ ഒരു എന്താ പറയുക, മേൽപ്പാലമല്ല, കടലിൽ കൂടെ ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ കടൽ വഴി, നമുക്ക് അത്രയും ദൂരത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് വീതി കൂട്ടി അത്യാവശ്യം നല്ല എന്താ പറയുക, ഒരു ടൈല് പോലെയൊക്കെ ഇട്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടോ, ഈ ലൈറ്റ്സും അതേപോലെ എന്താ പറയുക, ഈ ഫ്ലോറൊക്കെ മൊത്തം ടൈല് മൊസൈക്ക് പോലത്തെ സംഭവങ്ങൾ എന്തൊക്കെയോ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ പാടെ നല്ല ഉണങ്ങ മഴ പെയ്തു. ഞങ്ങൾ മഴ നിന്ന് കൊള്ളായിരുന്നു. ഹസ്ബൻഡ് മാത്രം കയ്യിൽ റെയിൻ കോട്ട് എടുത്തതുകൊണ്ട് ആൾ രക്ഷപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് കോട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, കുടയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുപോലത്തെ ഈ ഷെഡുകളില്ലേ, ഇങ്ങനെ ചെറിയ പെട്ടിക്കടകളുണ്ടല്ലോ, അവിടെ അതിൻ്റെ സൈഡിലൊക്കെ ഒളിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുമായിരുന്നു. പക്ഷെ മഴ കൊണ്ടുവിട്ടു അത്യാവശ്യം. പിന്നെ അങ്ങ് പെട്ടെന്ന് എന്തോ മഴ നിന്നു. വെയിലും മഴയും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് മഴ അങ്ങ് പോയി. ഇത് കണ്ടോ, ആ ഷിപ്പ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ആ വീഡിയോയിൽ, ആ ഒരു ഷിപ്പാണ് കേട്ടോ ഈ പോകുന്നത്. അത് ഇത്രയും ദൂരത്തെത്തി പെട്ടെന്നാണ്. ആ ഒരു എന്താ പറയുക, ഒരുപാട് സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് അത് മൂവ് ആകുന്നുണ്ട് കടലിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം സൂം ചെയ്താൽ മാത്രമേ ഇത് കാണുള്ളൂ. അപ്പം കടലിൽ നല്ല ശോഭവും കാര്യങ്ങളുണ്ടായിരുന്നു. മഴക്കാലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്ന സമയം എന്ന് പറയുന്നത് ജൂണിലാണ്. ആ സമയത്തൊന്നും ഇപ്പം നാട്ടിൽ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞല്ലോ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഉള്ള മഴ കൊണ്ട് തന്നെ കടലിൽ നിന്ന് കണ്ടോ നല്ല തിരമാലയും അതുപോലെ കരയിലേക്ക് നല്ലോണം വെള്ളം അടിച്ച് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മഴ ചോർന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ആ ഒരു കടൽപ്പാലത്തിൽ കൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയത്. ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും വിചാരിക്കും ഈ പാലം
അറ്റം വരെ പോകണമെന്ന്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ നടക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു റെയിൻബോ കണ്ടത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. മഴയും വെയിലും കൂടെ ഒരുമിച്ച് വന്ന സമയത്ത് മഴ പോയി വെയിലരച്ചപ്പോഴാണ് ഈ ഒരു മഴവില്ല് കണ്ടത്. അത് ഈ ഒരു എന്താ പറയുക വ്യൂ ആയിട്ട് ഈ ഇത്രയും ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പോയാ അവിടെ കടല് അങ്ങനെ അങ്ങോട്ട് പോവാനൊന്നും പറയുന്നൊന്നുമില്ല. വരുന്നു തെറിച്ചണ ഇങ്ങോട്ടൊക്കെ വരും വെള്ളം. ഇത്രയും മഴ കൊണ്ടിട്ട് ഇനി വെയിൽ കൊള്ളുക. വെള്ളം ഇങ്ങോട്ട് വന്നളേ, ഇങ്ങോട്ട് നിന്നളേ, അത് വെള്ളം വരുവേ. നിങ്ങൾ ഉണങ്ങാ നനയാനും വേണ്ടി തലക്കക്കൂടി പിന്നെ പോവുകയാണ്. ഇത് എത്തണില്ലല്ലോ അല്ലേ നടന്ന്. ഞാൻ ഇതുവരെ വന്നിട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല. അത്രയും കാലമായിട്ട് അവിടെ അറ്റം വരെ പോയിട്ടില്ല. ഇങ്ങനെ കടലും കായലും ഒന്നിച്ച് ചേർന്ന സ്ഥലം. ഞാൻ കുറേ വട്ടം ഇങ്ങോട്ട് വന്നു, പക്ഷെ ഇത്രയും ഇവിടെ ഒറ്റം വന്നിട്ടില്ല, നടന്നു വന്നിട്ടില്ലേ. മഴക്കാലമായിട്ട് തോന്നുന്നു ആള് കുറവാ. അങ്ങോട്ടോക്കെ എന്താണ് അവിടെ എങ്ങനെ പിടിച്ചാൻ കിട്ടണ എടുത്തു മഞ്ഞൾ ചിക്കൻ എങ്ങനെ പിടിച്ചാൻ കിട്ടണേല്ലോ. പിന്നെ അടിക്കുക ഇതിന് ഉള്ളിലൊന്നും ഒന്നും ഉണ്ടാവില്ല. എവിടെ നിന്ന് ഇരുന്നോക്കാം. നിങ്ങളെ കല്ലിന്റെ ഉള്ളിൽ കൂടി ചാടുട്ടോ. ഫോൺ ഇപ്പൊ ചാടിച്ചിനി. കിട്ടിയാ ഉപ്പിട്ടോ അങ്ങോട്ട് പോന്നാണ് പോരാൻ പറഞ്ഞ തന്നക്ക് വട്ടാണ് എന്റെ അമ്മ. എന്നെ മടി എന്നൊക്കെ ഈസിയിലിട്ടരും ഞാൻ. എനിക്ക് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ അനിയത്തി ആ ഒരു അറ്റം വരെ നടന്നു പോയ സമയത്ത് അവളിങ്ങനെ പോകുന്ന സമയത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഞണ്ടിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു പ്രാവശ്യം വീട്ടിൽ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോണ്ടാന്ന് അറിയില്ല. ഞണ്ടുകളെ കണ്ടപ്പോൾ അവൾക്ക് അപ്പം തന്നെ പിടിക്കണം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് അത് പിടിച്ചു തരാൻ പറഞ്ഞ രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. ഷോട്ടൊന്നും കിട്ടിയൊന്നുമില്ല, കിട്ടിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. അവസാനം കുറേയൊക്കെ കഷ്ടപ്പെട്ട് നോക്കിയെങ്കിലും സാധനമൊന്നും കിട്ടാതെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. കുറച്ച് അതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിലിട്ട മാങ്ങ ഒക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ വന്നത് ഇവിടെ എന്താ പറയുക ഹൈലൈറ്റ് മാളില്ലേ അവിടെ പോയി. അവിടേക്ക് എത്തിയപ്പോഴേക്ക് ഞങ്ങൾക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഏകദേശം 3 മണി ആ ഒരു സമയവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നപ്പോഴേക്ക് അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഹൈലൈറ്റ് മാളിൽ കയറിയ പാടെ ഞങ്ങൾ നെസ്റ്റോയിലാണ് കേട്ടോ ഫസ്റ്റ് വന്നത്. അപ്പോൾ ഉമ്മ മാത്രമല്ല ഉമ്മയും അനിയത്തിമാരും ഒക്കെ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഹൈലൈറ്റ് മാൾ അവർ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയും കൂടെ അവരൊന്ന് കാണിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെയും കൂടെ കണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉമ്മക്ക് തിരക്കായിരുന്നു പോവാന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് കണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞ് വന്നതാണ്. സാലഡ് എന്തൊക്കെയല്ലേ.
എന്താ പച്ചക്കറി ഉണ്ട് എന്താ മുട്ടിക്ക്? കൊണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്നൊന്നും വാങ്ങൂല തന്നെ. എന്ത് എന്തിനു വാങ്ങണ്ട. അപ്പോൾ ഉമ്മാക്ക് ഈ പച്ചക്കറികളും ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ നെസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, കളർഫുള്ളായിട്ടല്ലേ അവർ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയാണ് അവർ. പിന്നെ അനിയത്തിമാർക്കാണെങ്കിൽ നൂഡിൽസ് കിട്ടണം, നൂഡിൽസിൻ്റെ ആൾക്കാരാണ് കേട്ടോ അവർ. അപ്പോൾ ഞാൻ വാശി പിടിച്ചിട്ട് ഞാൻ വാങ്ങിക്കൊടുക്കൂല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ തിരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ അവരെ രണ്ടുപേരും ഒറ്റയ്ക്ക് പോയിട്ട് അവർ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ അതിന് ശേഷം ഞാൻ ഉമ്മാക്ക് ഈ കുറേ ഷോപ്പുകളുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത്, കാണാൻ ഇഷ്ടമുള്ളത് ഈ ഒരു എന്താ പറയുക ഹോം സെൻ്ററാണ്. അപ്പോൾ ഞാൻ ഉമ്മാക്ക് അതും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് 3-4 ഫ്ലോർ കയറിയാലും വേണ്ടില്ല എന്നും പറഞ്ഞ് കയറ്റി ഇവിടെ ഒന്ന് കാണിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും തൊടണ്ട, തൊട്ട് കഴിഞ്ഞ് ചാടി പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബില്ല് പേ ചെയ്തിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് അല്ല ഇവിടെ ഉള്ളതൊന്നും. ഞാൻ ഒന്നും വാങ്ങാറുമില്ല, കാണാനുള്ളൊരു ഇഷ്ടം കൊണ്ട് വരുന്ന കേട്ടോ. വെറും 74 ഉറുപ്പിൻ്റെ സാധനം 699. അതിന്റെ കറുപ്പുണ്ട്, അതിന്റെ കറുപ്പ് അതവിടെ അപ്പുറത്ത്. വില എത്ര? 899. അതിന്റെ ബ്ലാക്ക് ഒക്കെ അവിടെ എന്താല്ലേ അവിടുന്ന് ഇവിടെ എത്തിയപ്പോഴത്തേന് മാറ്റം. ഈ സാധനല്ലേ ഇത്? ഇതിന് വേറെ 25 ഉള്ളതിന് വേറെ 25 ഉറുപ്പിന്റെ സാധനം 149 ഉറുപ്പ്യ. പ്ലേറ്റ് കണ്ടോ അവിടെ 79 ഉറുപ്പ്യ വലിയ പ്ലേറ്റിന്. 299. എന്താല്ലേ ഹോം സെന്ററിന്റെ ഒരു പോക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് കാണിച്ചിട്ടുള്ള ഓരോ പ്ലേറ്റ്സും ബൗളും പ്ലാറ്റേഴ്സും എല്ലാം ഞാൻ ഇവിടെ പഞ്ചാബിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പം കൊണ്ടുവരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഞാനതിൽ ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് കമ്പയർ ചെയ്തതാണ്. 99 റുപ്പീസിൻ്റെ ഒക്കെ 899, 299, 25 റുപ്പീസിൻ്റെ ഒക്കെ 149 ഒക്കെ ആ ഒരു റേറ്റൊക്കെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. അമ്മക്ക് കാണിച്ചു കൊടുത്തു, ഉമ്മ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളാണല്ലോ ഇതൊക്കെ, അതിൻ്റെ വില നോക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം കൂടെയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അവരൊക്കെ ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ, അവരിതൊക്കെ കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഉമ്മക്ക് അപ്പോഴേക്ക് ടെൻഷനായി, വീട്ടിലുള്ള ഉപ്പാൻ്റെ പെങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട്. പ്രായമായുള്ള ആളാണ്, അപ്പോൾ പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, കമൻറ്റും കൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.